ആകുലങ്ങൾ നേരിട്ടാലും ഭാരമുള്ളിൽ വന്നാലും ആകുലങ്ങൾ നേരിട്ടാലും ഭാരമുള്ളിൽ വന്നാലും രോഗിയായി തീർന്നെന്നാലും യേശുവിൽ ഞാൻ ചാരിടും. ഏതു നേരം രോഗിയായി തീർന്നെന്നാലും യേശുവിൽ ഞാൻ ചാരിടും. യേശു എന്ന ഭയ കേന്ദ്രം, മാറ്റമില്ല സ്നേഹിതൻ. യേശുപ്പാ, യേശു എന്ന ഭയ കേന്ദ്രം, മാറ്റമില്ല സ്നേഹിതൻ. സ്തോത്രം സ്തുതികൾക്കു യോഗ്യൻ, വാഴ്ത്തും നിന്നെ എന്നും ഞാൻ. അങ്ങ് യോഗ്യൻ. സ്തോത്രം സ്തുതികൾക്കു യോഗ്യൻ, വാഴ്ത്തും നിന്നെ എന്നും. You alone are worthy. സ്തോത്രം സ്തുതികൾ, സ്തോത്രം സ്തുതികൾക്കു യോഗ്യൻ, വാഴ്ത്തും നിന്നെ എന്നും ഞാൻ. കഴിഞ്ഞ ചില ദിവസങ്ങളിൽ ഒത്തിരി മാറ്റങ്ങൾ നാം കണ്ടു. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റം, ജീവിത സാഹചര്യങ്ങളിൽ മാറ്റം, പ്രിയമുള്ളവരിൽ മാറ്റം, പ്രിയമുള്ള പലതും മാറി, ആരാധനയുടെ ശൈലി പോലും മാറി. പക്ഷെ ഇന്ന് പകലിൽ നമുക്ക് ഒരുമിച്ച് പറയാം, എൻ്റെ യേശുവിനൊരു മാറ്റമില്ല, അവിടുത്തെ സ്നേഹത്തിനൊരു മാറ്റമില്ല. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. That's why we worship him. സാഹചര്യങ്ങൾ മാറുമ്പോഴും ആരാധനയ്ക്ക് മാറ്റമില്ലാത്തവരുണ്ടെങ്കിൽ ഭവനങ്ങളിൽ കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തിക്കേ. ഓ, we worship you Lord. ഒന്ന് ആത്മാവിൽ ആരാധിച്ചു തുടങ്ങിക്കേ. പരിഭവങ്ങളൊക്കെ ഒന്ന് മാറ്റിക്കേ. ബാലശിക്ഷ ലഭിക്കുമ്പോൾ കുഞ്ഞിന് പരിഭവമുണ്ട് അപ്പായോട്, അമ്മയോട്. പക്ഷെ ഒരല്പസമയം കഴിയുമ്പോൾ ആ മാറിലേക്ക് ചേർന്നിരിക്കുന്ന കുഞ്ഞിനെ പോലെ ഒന്നോടി അണഞ്ഞ് എന്നെ ശുദ്ധീകരിച്ചിടാ ബാലശിക്ഷ നൽകിയ എന്നെ ശുദ്ധീകരിച്ചിടാ ബാലശിക്ഷ നൽകിയ പരിഭവമില്ല. താതനു നന്ദി കരേറ്റും ഹല്ലേലൂയ പാടും ഞാൻ. നന്ദി മാത്രം. താതനു നന്ദി കരേറ്റും ഹല്ലേലൂയ. ഭവനങ്ങളിൽ നന്ദിയോടെ ആരാധിച്ചേ. യേശു എന്ന ഭയ കേന്ദ്രം, മാറ്റമില്ല സ്നേഹിതൻ. Yes Lord. യേശു എന്ന ഭയ കേന്ദ്രം, മാറ്റമില്ല സ്നേഹിതൻ. സ്തോത്രം സ്തുതികൾക്കു യോഗ്യൻ, വാഴ്ത്തും നിന്നെ എന്നും ഞാൻ.
എല്ലാ കാലത്തും സ്തോത്രം സ്തുതികൾക്കു യോഗ്യൻ. വാഴ്ത്തും നിന്നെ എന്നും ഞാൻ. സ്തോത്രം സ്തുതികൾക്കു യോഗ്യൻ. വാഴ്ത്തും നിന്നെ എന്നും. യെസ്, കർത്താവിൽ മറഞ്ഞു നിരുന്നാൽ ജീവിതം ധന്യമാണ്. കർത്താവിലാണ് വാസമെങ്കിൽ ഞായറാഴ്ച മാത്രമല്ല, ഏത് നേരത്തും ആരാധനയാണ്. ജീവിതം തന്നെ ഒരു ആരാധനയാണ്. ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മളെ അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഈ പ്രഭാതത്തിൽ ആരാധനയ്ക്കായി അടുത്തു വരുമ്പോൾ എൻ്റെ പ്രാർത്ഥന ഇതാണ്: നമുക്കെല്ലാവർക്കും കർത്താവിലൊന്നും മറയാം. ശിഷ്യന്മാർ വാതിലടച്ചിരിക്കെ യേശു കർത്താവ് വന്ന് അവരുടെ നടുവിൽ നിന്നു. അതുവരെ ഭയമായിരുന്നു അവരുടെ മുഖത്ത്, അതുവരെ ആകുല ചിന്തകളായിരുന്നു അവരുടെ മുഖത്ത്. പക്ഷെ യേശു വന്ന് നടുവിൽ നിന്നപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, മഹാസന്തോഷം അവരുടെ ജീവിതത്തിലുണ്ടായി. The disciples overjoyed when Jesus came and stood in their midst. And I believe this is going to happen today as we worship, as we join together in worship. Jesus in person through Holy Spirit, He is going to reveal in your home. എത്ര പേര് അത് വിശ്വസിക്കുന്നു? ഭവനങ്ങളിൽ വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യത്തിനായി ഒന്ന് കരമൊക്കെ ഒന്ന് ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്തേ. അതിനൊന്നു മാത്രം ചെയ്യാം: ഹൃദയത്തിൻ വാതിൽ തുറക്കാം. Let's open the door of our heart and welcome Him. യേശുവേ, വന്നാലും വന്ന് എൻ്റെ ജീവിതത്തിൻ്റെ നടുവിൽ നിന്നാലും ഹൃദയത്തിൻ വാതിൽ തുറക്കാം. യേശുവേ വാ, ജീവനാഥനായൻ ഉള്ളത്തിൽ. യേശുവേ വാ, വിളിച്ച് ഹൃദയത്തിൻ വാ.
വിളിച്ചു, രക്ഷകനേ നിന്നിൽ അഭയം. ഈ ആരാധനയിൽ വചനം പറയുന്നു, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർശലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അത് നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോവുകയില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. ഈ പകലിൽ ജീവിതങ്ങളിൽ പുതിയതൊന്ന് ചെയ്യുന്നവൻ ചേർന്ന് പറഞ്ഞേ, യേശു വന്നിട്ടുണ്ട് എൻ അവസ്ഥയെ മാറ്റാൻ, ഇന്നും ജീവിക്കുന്നു യേശുവേ. ഓ യേശു വന്നിട്ടുണ്ട് എൻ അവസ്ഥയെ മാറ്റാൻ, ഇന്നും ജീവിക്കുന്നു യേശുവേ. അക്കാര്യങ്ങൾ രണ്ടും ഒന്ന് ചേർത്ത് തട്ടി. മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ ഭവനങ്ങളിൽ മരണത്തിന്റെ കരിനിഴൽ വീണ ദേശത്ത് സ്തുതി ഉയരുന്നു. Hallelujah. Thank you, Holy Spirit. Thank you for your presence. യേശു വരുമ്പോൾ മധുരമാകും. ഇതുവരെ കയ്പായിരുന്നത് മധുരമാകും. ഇതുവരെ ഇരുട്ടായിരുന്നത് വെളിച്ചമാകും. എത്ര പേര് എന്നോട് ചേർന്ന് ആമേൻ പറയും? മഹിമ കണ്ടു ഞാൻ യേശുവിൽ, മധുരമായി ഞാൻ എന്നേശുവിൽ, സ്നേഹമറിഞ്ഞു ഞാൻ യേശുവിൽ. യേശു എന്നെല്ലാമെല്ലാം. മഹിമ കണ്ടു ഞാൻ യേശുവിൽ, മധുരമായി ഞാൻ എന്നേശുവിൽ, സ്നേഹമറിഞ്ഞു ഞാൻ യേശുവിൽ. യേശു എന്നെല്ലാമെല്ലാം. അവസ്ഥയെ മാറ്റിയവനെ, യേശു വന്നിട്ടുണ്ട് അവസ്ഥയെ മാറ്റാൻ, ഇന്നും ജീവിക്കുന്നു യേശുവേ. ഓ യേശു വന്നിട്ടുണ്ട് എൻ അവസ്ഥയെ മാറ്റാൻ, ഇന്നും ജീവിക്കുന്നു യേശുവേ. ഓ യേശു വന്നിട്ടുണ്ട് എൻ അവസ്ഥയെ മാറ്റാൻ, ഇന്നും ജീവിക്കുന്നു. Yes, my Jesus is alive. ഈ പകലിൽ ഉറപ്പുള്ള എല്ലാവരും കരങ്ങളെ തട്ടി we give you praise. Thank you, Holy Spirit. അധികാരമുള്ളവൻ, സാഹചര്യങ്ങളുടെ മേൽ അധികാരമുള്ളവൻ. അപ്പൊ അങ്ങയുടെ ഒരു വാക്കുമതി ഈ പകലിലും. Yes, thank you, Holy Spirit.
കർത്താവിൽ മറയുന്നവർ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അങ്ങയുടെ സാന്നിധ്യം ഈ പകലിലും ഞങ്ങളിൽ വന്ന് നിറയുന്നതിനായി നന്ദി കർത്താവേ. താങ്ക് യു ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ ആരാധനയുടെ നടുവിൽ കർത്താവ് തരുന്ന നിയോഗമെല്ലാം അത് തന്നെ ഈ ശബ്ദം ശ്രവിക്കുന്നവർ കർത്താവിൽ മറയണം. അതുപോലെ ഉറപ്പുള്ള മറ്റൊരിടമില്ല, അതുപോലെ സേഫായിട്ട് മറ്റൊരിടമില്ല. ഈ ദിവസങ്ങളിൽ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്, രാജ്യങ്ങൾക്ക് പരിമിതിയുണ്ട്. ഏറ്റവും സേഫ് എന്ന് കരുതിയ രാജ്യങ്ങളിലെ കണക്കുകൾ നാം കാണുകയാണ്. പക്ഷെ ദൈവ പൈതലേ, കർത്താവിലാണോ മറഞ്ഞിരിക്കുന്നത്? നീ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റപ്പോൾ ക്രിസ്തുവിനെ ധരിച്ചവർ ഇതിനകത്തുണ്ടോ? That's the best protective equipment that you can have on this earth. Yes, തീക്കകത്ത് നീ വെന്തു പോകാത്തത് നിന്റെ മിടുക്കല്ല, നിന്നെ പൊതിയുന്ന അവിടുത്തെ തിരുസാന്നിധ്യം. വെള്ളത്തിലൂടെ കടക്കുമ്പോൾ, ആഴിയിൽ കൂടി കടക്കുമ്പോൾ അത് മീതെ കവിയാത്തത് എൻ്റെ മിടുക്കല്ല. ഞാൻ മറഞ്ഞിരിക്കുന്നത് എൻ്റെ കർത്താവിലായതിനാൽ, ഞാൻ മുങ്ങിയിരിക്കുന്നത് ആത്മനദിയിലായതിനാൽ. ആ ഉറപ്പ് വർദ്ധിക്കുന്നുവെങ്കിൽ ഈ പഴയ പാട്ടിൻ്റെ വരി, യേശുവൻ സങ്കേതം എൻ നിത്യപ്പാറ. ഭവനങ്ങളിൽ കുഞ്ഞുങ്ങളോടൊരുമിച്ച് കരങ്ങളൊക്കെ ഒന്ന് തട്ടി കർത്താവിന് മഹത്വം കൊടുത്ത് യേശുവൻ സങ്കേതം എൻ നിത്യപ്പാറയുമേ, ആശ്രയം താൻ മാത്രം, ആ നാമം സുസ്ഥിരമേ. യേശുവൻ സങ്കേതം എൻ നിത്യപ്പാറയുമേ, ആശ്രയം തൻ മാത്രം, ആ നാമം സുസ്ഥിരമേ. പിളർന്നതൊരിക്കൽ ക്രൂശിൽ ചൊരിഞ്ഞ രക്തമതാ, വളർന്നു ഞാൻ ദൈവ പൈതൽ തൻ മഹാസ്നേഹത്താ. പിളർന്നതൊരിക്കൽ ക്രൂശിൽ ചൊരിഞ്ഞ രക്തമതാ, വളർന്നു ഞാൻ ദൈവ പൈതൽ തൻ മഹാസ്നേഹത്താ. യേശുവൻ സങ്കേതം എൻ നിത്യപ്പാറയുമേ, ആശ്രയം തൻ മാത്രം, ആ നാമം സുസ്ഥിരമേ. യേശുവൻ സങ്കേതം എൻ നിത്യപ്പാറയുമേ, ആശ്രയം തൻ മാത്രം, ആ നാമം സുസ്ഥിരമേ. ലോകത്തിനാശ്രയമൊന്നും ശാശ്വതമല്ലായകയാ, ശോകക്കൊടുങ്കാട്ടിലൂടെ ഓടിമറയുന്നു ഞാൻ. ലോകത്തിനാശ്രയമൊന്നും ശാശ്വതമല്ലായകയാ, ശോകക്കൊടുങ്കാട്ടിലൂടെ ഓടിമറയുന്നു ഞാൻ. ദൂരെ ദൂരെ കാണും നിത്യഭവനത്തെ, വേഗം ഞാനങ്ങു ചേരും, അതത്ര ഭാഗ്യമേ. ദൂരെ ദൂരെ കാണും നിത്യഭവനത്തെ, വേഗം ഞാനങ്ങു ചേരും, അതത്ര ഭാഗ്യമേ. പാടിക്കും. യേശുവൻ സങ്കേതം എൻ നിത്യപ്പാറയുമേ, ആശ്രയം തൻ മാത്രം, ആ നാമം സുസ്ഥിരമേ. യേശുവൻ സങ്കേതം എൻ നിത്യപ്പാറയുമേ, ആശ്രയം തൻ മാമം, ആ നാമം സുസ്ഥിരമേ. യോഗ്യമല്ലാത്ത ഈ ലോക തേറുന്ന മാലിന്യങ്ങൾ മാർഗത്തിലേറി വന്നെന്നെ ഭീതിപ്പെടുത്തിടുമ്പോ, യോഗ്യമല്ലാത്ത ഈ ലോക തേറുന്ന മാലിന്യങ്ങൾ മാർഗത്തിലേറി വന്നെന്നെ ഭീതിപ്പെടുത്തിടുമ്പോ, ചാരും കാൽവറിമേട്ടിൽ തകർന്ന മാറിടത്തിൽ തോരും കണ്ണുനീരെല്ലാം യേശുവിൻ കൈകളിൽ. ചാരും കാൽവറിമേട്ടിൽ തകർന്ന മാറിടത്തിൽ തോരും കണ്ണുനീരെല്ലാം യേശുവിൻ കൈകളിൽ.
യേശുവൻ സങ്കേതം എൻ നിത്യപാറയുമേ, ആശ്രയം തൻ മാത്രം ആ നാമം സുസ്ഥിരമേ. യേശുവൻ സങ്കേതം എൻ നിത്യപാറയുമേ, ആശ്രയം തൻ മാത്രം ആ നാമം സുസ്ഥിരമേ. മുഴങ്ങും കാഹളമെല്ലാം ഗംഭീരനാദത്തോടെ ധ്വനിക്കും ദൈവത്തിൻ ശബ്ദം വിശുദ്ധരുയർക്കുമേ. മുഴങ്ങും കാഹളമെല്ലാം ഗംഭീരനാദത്തോടെ ധ്വനിക്കും ദൈവത്തിൻ ശബ്ദം വിശുദ്ധരുയർക്കുമേ. തേജസമ്പൂർണനാം യേശു മേഘത്തിൽ വന്നിടുമ്പോൾ ജ്യോതിസ് പോലെ നന്നേക്കും തൻ കൂടെ വാഴുന്ന. തേജസമ്പൂർണനാം യേശു മേഘത്തിൽ വന്നിടുമ്പോൾ ജ്യോതിസ് പോലെ നന്നേക്കും തൻ കൂടെ. യെസ് ലോർഡ്, യേശു എൻ സങ്കേതം എൻ നിത്യപാറയുമേ, ആശ്രയം തൻ മാത്രം. യെസ് ലോർഡ്, ഈ മണ്ണിലും അങ്ങ് വിണ്ണിലും യേശു എൻ സങ്കേതം എൻ നിത്യപാറയുമേ, ആശ്രയം തൻ മാത്രം ആ നാമം സുസ്ഥിരമേ. യോഗ്യമല്ലാത്ത ഈ ലോകത്തേറുന്ന മാലിന്യങ്ങൾ മാർഗത്തിലേറി വന്നെന്നെ ഭീതിപ്പെടുത്തിടുമ്പോൾ, യോഗ്യമല്ലാത്ത ഈ ലോകത്തേറുന്ന മാലിന്യങ്ങൾ മാർഗത്തിലേറി വന്നെന്നെ ഭീതിപ്പെടുത്തിടുമ്പോൾ, ചാരും കാൽവറി മേട്ടി തകർന്ന മാറിടത്തിൽ തോരും കണ്ണുനീരെല്ലാം യേശുവിൻ കൈകളിൽ. ചാരും കാൽവറി മേട്ടി തകർന്ന മാറിടത്തിൽ. യെസ് ലോർഡ്, അങ്ങയുടെ മാർവിൽ ചാരുന്ന നിന്റെ മക്കളെ അങ്ങ് ആശ്വസിപ്പിക്കണമേ. ഈ ആരാധനയിലും ചാരും കാൽവറി മേട്ടി തകർന്ന മാറിടത്തിൽ ഓരും കണ്ണുനീരെല്ലാം യേശുവിൻ കൈകളിൽ. ചാരും കാൽവറി മേട്ടി തകർന്ന മാറിടത്തിൽ ഓരും കണ്ണുനീരെല്ലാം യേശുവിൻ കൈകളിൽ. ഹല്ലേലൂയ. ചാരും കാൽവറി മേട്ടി എനിക്കായി തകർന്ന മാർവിടത്തിൽ തോരും കണ്ണുനീരെല്ലാം യേശുവിൻ കൈകളിൽ. മൃത്യുവിന്റെ വായിൽ നിന്നും ഈ ദിവസങ്ങളിൽ ദൈവം ചിലരെ വലിച്ചെടുത്തു. ചിലരെ തീയിൽ നിന്ന് ഈ ദിവസങ്ങളിൽ കർത്താവ് വലിച്ചെടുത്തു. എനിക്കുറപ്പാണ് നിങ്ങൾക്ക് കർത്താവിൽ അധികം നന്ദി പറയാൻ ഈ ദിവസം വകയുണ്ട്. ഒത്തിരി പേരുടെ സ്നേഹം തണുത്തുകൊണ്ടിരിക്കുകയാണ്, അത് വചനത്തിലുണ്ട്. പക്ഷെ ഒരു വശത്ത് യേശു കർത്താവിനെ സ്നേഹിക്കുന്നവൻ ഈ ദിവസങ്ങളിൽ നമ്മുടെ സ്നേഹം വർദ്ധിക്കുകയാണ്, കുറയുകയല്ല, വർദ്ധിക്കുകയാണ്. അവിടുത്തെ പ്രൊട്ടക്ഷൻ കാണുമ്പോൾ വർദ്ധിക്കുകയാണ്. അവിടുത്തെ കരുതൽ കാണുമ്പോൾ സ്നേഹം വർദ്ധിക്കുന്നവരുണ്ടോ? അങ്ങനെയെങ്കിൽ ഈ ആരാധനയിൽ കർത്താവിന്റെ സാന്നിധ്യം തീർച്ചയായിട്ടും ഇൻക്രീസിങ് സ്നേഹം വർദ്ധിക്കട്ടെ. അവിടുത്തെ പാലനം ഓർക്കുമ്പോൾ സ്നേഹം വർദ്ധിക്കട്ടെ. ഇരുള് നിറഞ്ഞ, ആകുലത നിറഞ്ഞ 40 നാളുകൾ ശിഷ്യന്മാരെ യേശു ഒറ്റയ്ക്ക് വിട്ടില്ല കേട്ടോ. അവർ പിന്മാറിപ്പോയപ്പോഴും തിബിരിയാസിന്റെ കടൽക്കരയിൽ നിന്ന് കർത്താവ് അവരെ വിളിച്ചത് കുഞ്ഞുങ്ങളെ എന്നാണ്. ഈ ദിവസങ്ങളിൽ കർത്താവ് സ്നേഹം കുറയുകയല്ല, അൻപ് കുറയുകയല്ല, കുറച്ചുകൂടെ വാത്സല്യത്തോടെ ഞാൻ അങ്ങനെ വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ. ഇത് കൃപയുടെ ദൈവസ്നേഹത്തിന്റെ ദിവസങ്ങളാണ്. ഈ പെട്ടകത്തിലേക്ക് ചിലർ കൂടെ കയറട്ടെ. അവിടുത്തെ പാലനമോർത്ത് സ്നേഹം വർദ്ധിക്കുന്നവർ ഈ ദിവസങ്ങളിൽ കരങ്ങളൊക്കെ ഒന്ന് തട്ടി കർത്താവിന് മഹത്വം കൊടുക്കാൻ പറ്റുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ഭവനങ്ങളിൽ ഒരല്പസമയം
ഞാൻ എൻ്റെ യേശുവെ വാഴ്ത്തി വണങ്ങിടും എല്ലാ കാലത്തും. താങ്ക് യു ജീസസ്. നമുക്കറിയാവുന്നൊരു പഴയ പാട്ടാണ്. ചേർന്ന് പാടുമ്പോൾ നമുക്കൊന്നുകൂടെ പറയും, എൻ്റെ സങ്കേതം നീയാണ്, എൻ്റെ ആശ്രയം നീയാണ്, എൻ്റെ ഉറവുകൾ. എൻ്റെ ഈ ദിവസങ്ങളിൽ പല ഉറവുകളും അടഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാനിങ്ങനെ വിശ്വസിക്കുന്നു, കലത്തിലെ മാവ് തീർന്നു പോകാതെ, ഭരണിയിലെ എണ്ണ വറ്റിപ്പോകാതെ പുലർത്തുന്ന കർത്താവിൻ്റെ സ്നേഹം കാണുമ്പോൾ പറയണം, എൻ്റെ ഉറവെല്ലാം യേശുവേ അങ്ങയിലാണ്. സ്നേഹം വർദ്ധിക്കണം കേട്ടോ. ഞാൻ വിശ്വസിക്കുന്നു ഈ ദിവസങ്ങളിൽ കർത്താവ് ചെയ്യുന്ന ചില ദൈവപ്രവൃത്തിക്ക് മുമ്പിൽ ചില കണ്ണുകൾ തുറന്ന് സ്നേഹം വർദ്ധിക്കട്ടെ. ആ വിശ്വാസമുള്ള എല്ലാവരും കരങ്ങളെ ചേർത്ത് തട്ടി ഈ വരികൾ ചേർന്ന് പാടാം. ഹല്ലേലൂയ. ഞാൻ എൻ്റെ യേശുവെ വാഴ്ത്തി വണങ്ങിടും ജീവിത നാളുകളെല്ലാം. പാവനമായി എന്നെ പാലിച്ചതോർത്തെന്നിൽ സ്നേഹമെന്നിലേറുന്നേ. പാവനമായി എന്നെ പാലിച്ചതോർക്കുമ്പോൾ സ്നേഹമെന്നിലേറുന്നേ. എൻ്റെ സങ്കേതം നീയല്ലയോ, എൻ്റെ ആശ്രയവും നീയല്ലോ. എൻ്റെ സങ്കേതം നീയല്ലയോ, എൻ്റെ ആശ്രയവും നീയല്ലോ. എൻ്റെ ഉറവുകളഖിലവും നിന്നിലേ എന്നുമാകും എൻ പ്രാണപ്രിയ. എൻ്റെ ഉറവുകളഖിലവും നിന്നിലേ എന്നുമാകും എൻ പ്രാണപ്രിയ. മൃത്യുവിൻ വായിൽ നിന്നും വീണ്ടെടുത്തോനെ മഹത്വപ്പെടുത്തും നിന്നെ. സാക്ഷ്യമുള്ളവർ പാടി. മൃത്യുവിൻ വായിൽ നിന്നും വീണ്ടെടുത്തോനെ മഹത്വപ്പെടുത്തും നിന്നെ. ഞാൻ നിന്നെ സ്നേഹിച്ചു സേവിച്ചി മരുവിൽ നിന്നാമത്തെ ഘോഷിക്കും. എൻ്റെ സങ്കേതം നീയല്ലയോ, എൻ്റെ ആശ്രയവും നീയല്ലോ. എൻ്റെ സങ്കേതം നീയല്ലയോ, എൻ്റെ ആശ്രയവും നീയല്ലോ. എൻ്റെ ഉറവുകളഖിലവും നിന്നിലേ എന്നുമാകും എൻ പ്രാണപ്രിയ. എൻ്റെ ഉറവുകളഖിലവും നിന്നിലേ എന്നുമാകും എൻ പ്രാണപ്രിയ. പർവ്വതങ്ങൾ ചുറ്റി നിൽക്കും ശാലേം സമം കാത്തല്ലോ നിൻ ജനത്തെ. പർവ്വതങ്ങൾ ചുറ്റി നിൽക്കും ശാലേം സമം കാത്തല്ലോ നിൻ ജനത്തെ. ആശ്രയമെന്നും ഞാൻ നിന്നിൽ വച്ചതിനാൽ ശാശ്വത ശാന്തിയുണ്ട്. എൻ്റെ സങ്കേതം നീയല്ലയോ, എൻ്റെ ആശ്രയവും നീയല്ലോ. എൻ്റെ സങ്കേതം നീയല്ലയോ, എൻ്റെ ആശ്രയവും നീയല്ലോ. എൻ്റെ ഉറവുകളഖിലവും നിന്നിലേ എന്നുമാകും എൻ പ്രാണപ്രിയ. എൻ്റെ ഉറവുകൾ അപ്പാ അങ്ങാണെൻ്റെ എല്ലാം. സിയോനിൻ നാഥാ നിൻ സ്നേഹമെനിക്ക് എത്രയോ ആശ്ചര്യമേ. സിയോനിൻ നാഥാ നിൻ സ്നേഹം എനിക്ക് എത്രയോ ആശ്ചര്യമേ. നിൻ വിളി ഓർത്തു ഞാൻ നിന്നെ പിൻഗമിപ്പാൻ മുറ്റും സമർപ്പിക്കുന്നേ. അപ്പാ നിൻ വിളി ഓർത്തു ഞാൻ നിന്നെ പിൻഗമിപ്പാൻ മുറ്റും സമർപ്പിക്കുന്നേ. എൻ്റെ സങ്കേതം നീയല്ലയോ,
എൻ്റെ ആശ്രയവും നീയല്ലോ, എൻ്റെ സങ്കേതം നീയല്ലയോ, എൻ്റെ ആശ്രയവും നീയല്ലോ, എൻ്റെ ഉറവുകളഖിലവും നിന്നിലേ. ഹല്ലേലൂയ. എൻ്റെ ഉറവുകളഖിലവും നിന്നിലേ. അവനെ അധരം തുറന്ന് ആരാധിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ആത്മരക്ഷകൻ, ഹല്ലേലൂയ. അവൻ സൗഖ്യദായകൻ, ഹല്ലേലൂയ. അവൻ ആത്മരക്ഷകൻ, ഹല്ലേലൂയ. അവൻ സൗഖ്യദായകൻ, ഹല്ലേലൂയ. ശുദ്ധാത്മദായകൻ നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിയിടുമേ. ഹല്ലേലൂയ. ശുദ്ധാത്മദായകൻ നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിയിടുമേ. യാക്കോബിൻ ദൈവമെന്നും നമുക്കുള്ളവൻ നമ്മെ ജീവപര്യന്തം കാത്തിടുമേ. യാക്കോബിൻ ദൈവമെന്നും നമുക്കുള്ളവൻ നമ്മെ ജീവപര്യന്തം കാത്തിടുമേ. ഓരോ ദിവസവും കൃപ നൽകി നമ്മെ ഇമ്മാനുവേലവൻ താൻ നടത്തിയിടുമേ. ഓരോ ദിവസവും കൃപ നൽകി നമ്മെ ഇമ്മാനുവേലവൻ താൻ കൂടെയിരിക്കുന്നവൻ. ഹല്ലേലൂയ. അവൻ ആത്മരക്ഷകൻ, ഹല്ലേലൂയ. അവൻ സൗഖ്യദായകൻ, ഹല്ലേലൂയ. അവൻ ആത്മരക്ഷകൻ, ഹല്ലേലൂയ. അവൻ സൗഖ്യദായകൻ, ഹല്ലേലൂയ. ശുദ്ധാത്മദായകൻ നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിയിടുമേ. ഹല്ലേലൂയ. ശുദ്ധാത്മദായകൻ നമ്മെ നിത്യതയ്ക്കായി. ഓ, ആഴിയിൽ നാം കടന്നു പോയിടിലും അതു നമ്മെ കവിഞ്ഞിടാതെ കാത്തിടുമേ. ആഴിയിൽ നാം കടന്നു പോയിടിലും അതു നമ്മെ കവിഞ്ഞിടാതെ കാത്തിടുമേ. തീയിൽ നാം ആകിലും ജ്വാല നമ്മെ തെല്ലും ഇമ്മാനുവേൽ താൻ നടത്തിടുമേ. തീയിൽ നാം ആകിലും ജ്വാല നമ്മെ തെല്ലും ഇമ്മാനുവേൽ താൻ നടത്തിടുമേ. ഹല്ലേലൂയ. അവൻ ആത്മരക്ഷകൻ, ഹല്ലേലൂയ. അവൻ സൗഖ്യദായകൻ, ഹല്ലേലൂയ. അവൻ ആത്മരക്ഷകൻ, ഹല്ലേലൂയ. അവൻ സൗഖ്യദായകൻ, ഹല്ലേലൂയ. ശുദ്ധാത്മദായകൻ നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിയിടും. ഓ, ഹല്ലേലൂയ. ശുദ്ധാത്മദായകൻ നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിയിടും. സാക്ഷാൽ രോഗങ്ങൾ അവൻ വഹിച്ചതിനാൽ എല്ലാ വേദനയും അവൻ ചുമന്നതിനാൽ. സാക്ഷാൽ രോഗങ്ങൾ അവൻ വഹിച്ചതിനാൽ എല്ലാ വേദനയും യേശു ചുമന്നതിനാൽ. അടിപ്പീണരാൽ അവൻ സൗഖ്യമാക്കി നമ്മെ ഇമ്മാനുവേലവൻ താൻ നടത്തിയിടുമേ. അടിപ്പീണരാൽ അവൻ സൗഖ്യമാക്കി നമ്മെ ഇമ്മാനുവേലവൻ താൻ നടത്തിയിടുമേ. ഹല്ലേലൂയ. അവൻ ആത്മരക്ഷകൻ, ഹല്ലേലൂയ. അവൻ സൗഖ്യ പാടിക്കേ. ഹല്ലേലൂയ. അവൻ ആത്മരക്ഷകൻ, ഹല്ലേലൂയ. യെസ് ലോർഡ്. ഹല്ലേലൂയ. ശുദ്ധാത്മദായകൻ നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിയിടുമേ. ഹല്ലേലൂയ. ശുദ്ധാത്മദായകൻ നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിയിടുമേ. സിയോൻ പ്രയാണികളെ ആനന്ദിപ്പിൻ, എല്ലാ ദുഃഖവും നെടുവീർപ്പും തീർന്നിടുമേ. സിയോൻ പ്രയാണികളെ ആനന്ദിപ്പിൻ, എല്ലാ ദുഃഖവും നെടുവീർപ്പും തീർന്നിടുമേ. നിത്യാനന്ദം നമ്മിൽ പകർന്നു നമ്മെ എന്നും ഇമ്മാനുവേലവൻ താൻ നടത്തിയിടുമേ. നിത്യാനന്ദം നമ്മിൽ പകർന്നു നമ്മെ എന്നും ഇമ്മാനുവേലവൻ താൻ. ഹല്ലേലൂയ.
ഹല്ലേലൂയ, അവൻ ആത്മരക്ഷകൻ. ഹല്ലേലൂയ, അവൻ സൗഖ്യദായകൻ. ഹല്ലേലൂയ, അവൻ ആത്മരക്ഷകൻ. ഹല്ലേലൂയ. Yes Lord, we worship you. അങ്ങ് സൗഖ്യദായകനായി, ആത്മരക്ഷകനായി ഈ പ്രഭാതത്തിലും വെളിപ്പെടുന്നതിനായി നന്ദി കർത്താവേ. ഏതു നേരത്തും ഇമ്മാനുവേലായി കൂടിയിരിക്കുന്നവനെ എല്ലാ കാലത്തും ആശ്രയം വച്ചിടുവാൻ നല്ല സങ്കേതമേശുവത്രേ. എല്ലാ കാലത്തും ആശ്രയം വച്ചിടുവാൻ നല്ല സങ്കേതമേശുവത്രേ. പെറ്റ തള്ളതൻ കുഞ്ഞിനെ മറന്നിടിലും കാന്തൻ മാറ്റം ഭവിക്കാത്തവൻ. പെറ്റ തള്ളതൻ കുഞ്ഞിനെ മറന്നിടിലും കാന്തൻ മാറ്റം ഭവിക്കാത്തവൻ. ഹല്ലേലൂയ, ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയതിൽ. എൻ്റെ അല്ലലകിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാനുല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയതിൽ. എൻ്റെ അല്ലലകിലവും യേശുവപ്പാ നന്ദിയപ്പാ. ഉള്ളം കലങ്ങുന്ന നേരത്തു പ്രിയന്തൻ വാഗ്ദത്തം ഓർപ്പിച്ചുണർത്തുമെന്നേ. ഉള്ളം കലങ്ങുന്ന നേരത്തു പ്രിയന്തൻ വാഗ്ദത്തം ഓർപ്പിച്ചുണർത്തുമെന്നേ. ഉള്ളം കാലത്തിൽ വരച്ചവൻ ഓർമ്മിക്കാതീശന്താൻ എന്നോട് ആശ്വാസകൻ. ഉള്ളം കാലത്തിൽ വരച്ചവൻ ഓർമ്മിക്കാതീശന്താൻ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയതേ. എൻ്റെ അല്ലലകിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. എൻ്റെ അല്ലലകിലവും തീർത്തിടും നാൾ നോക്കി ഹല്ലേലൂയ പാടിക്കേ. ഹല്ലേലൂയ. ഭവനങ്ങളിൽ ജയത്തിന്റെ ഘോഷം, ഉല്ലാസത്തിന്റെ ഘോഷം യേശുവിൻ നാമത്തിൽ. ഭയത്തിന്റെ ആത്മാവ് നീങ്ങട്ടെ, ജയത്തിന്റെ ഘോഷം ഉയരട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഭവനങ്ങളിൽ ആരാധനയ്ക്ക് സ്വാതന്ത്ര്യമുണ്ട്. അന്യഭാഷകളിൽ ചേർന്ന് വിവിധ രാജ്യങ്ങളിൽ സ്തുതിയുടെ കൂടാരം ഉയരുന്നത് പോലെ ആത്മാവിൽ ആരാധന ഉയരട്ടെ കർത്താവേ. നിന്റെ ജനത്തിന് വെളിപ്പാടായി, പ്രവചന ശബ്ദമായി ഈ പകലിൽ ആത്മാവിന്റെ സാന്നിധ്യം ഭവനങ്ങളിൽ വെളിപ്പെടട്ടെ. We worship you, we worship you, we worship you. ഒരു ഉറവ തുറക്കുന്നത് പോലെ ചില ഭവനങ്ങളുടെ അകത്തളങ്ങളിൽ ഒരു ഉറവ തുറക്കുന്നത് പോലെ ആരാധനയുടെ ഒരു ഉറവ, അത് വറ്റിപ്പോകുന്നതല്ല, എന്നേക്കും നിൽക്കുന്ന ഒരു ഉറവ. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിൽ അതിന്റെ 52-ാം വാക്യത്തിൽ
ശിഷ്യന്മാരുടെ ജീവിതത്തിൽ സംഭവിച്ച വലിയൊരു വ്യത്യാസം കർത്താവ് എഴുതിയിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഓടിപ്പോയവർ, ഭയന്നു പോയവർ, പിന്മാറിപ്പോയവർ, സ്വന്തം ഗ്രാമത്തിലേക്ക് മടങ്ങിപ്പോയവർ, പക്ഷെ അവരെല്ലാം കർത്താവ് തിരികെ ധൈര്യപ്പെടുത്തി. ഞാൻ വിശ്വസിക്കുന്ന ഈ ദിവസങ്ങളിൽ തുടർച്ചയായി ഈ ശുശ്രൂഷയിലൂടെ ദൈവശബ്ദം കേട്ട് കർത്താവിൽ ഉറയ്ക്കുകയും ദൈവസ്നേഹത്തിൽ വളരുകയും ചെയ്യുന്നവരാണ് എന്നെ ഈ ദിവസങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. നാമും ഭയന്നോടേണ്ടവരാണ്, പിന്മാറിപ്പോകേണ്ടവരാണ്. പക്ഷേ ഇന്ന് പ്രഭാതത്തിൽ കേട്ടെ, കർത്താവ് കരുണയുള്ളവനായി നമ്മളെ ചേർത്തണച്ചത് ശിഷ്യന്മാരുടെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ തന്നെയാണ്. ആ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നേ, അവരെ ഭയന്നവരെന്നല്ല അവിടെ എഴുതിയിരിക്കുന്നേ, പിന്മാറിപ്പോയവരെന്നല്ല എഴുതിയിരിക്കുന്നേ. ശിഷ്യന്മാർ യേശുവിനെ നമസ്കരിച്ചു. They worshipped him. 40 നാളുകൾക്കൊടുവിൽ അവരുടെ ജീവിതത്തിൽ ആരാധന വർദ്ധിച്ചു. സുവിശേഷങ്ങളിൽ അങ്ങനെ ഒരു ചിത്രം കാണുന്നത് പലപ്പോഴും പ്രയാസകരമാണ്. കാരണം പുത്രനായ ക്രിസ്തു പിതാവിനാണ് എപ്പോഴും മഹത്വം കൊടുത്തത്. പക്ഷെ ആ വാക്യത്തിൽ നാം കാണുകയാ, ശിഷ്യന്മാർ യേശുവിനെ നമസ്കരിച്ചു, ആരാധിച്ചു. They worshipped him. തുറന്നെഴുതിയിരിക്കുക, അവർ മഹാസന്തോഷത്തോടെ യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. യെസ്, യെരുശലേം എന്ന് കേട്ടാൽ ഭയമായിരുന്നു. ചില ദിവസങ്ങൾക്ക് മുമ്പ് യഹൂദന്മാരെ പേടിയായിരുന്നു. പക്ഷെ ഇപ്പോൾ യെരുശലേമിലേക്ക് അവർ പോകുന്നത് മഹാസന്തോഷത്തോടെയാണ്. ഇതൊരു കാത്തിരിപ്പിന്റെ യാത്രയാണ്. ഈ ദിവസങ്ങളിൽ കർത്താവ് ചിലരെ ഒരുക്കിയെടുക്കുകയാണ് ദൈവഭവനത്തിലേക്ക് മടങ്ങി വരാൻ, ആരാധനയിലേക്ക് മടങ്ങി വരാൻ, കാത്തിരിപ്പിലേക്ക് മടങ്ങി വരാൻ. മറക്കരുത്, ഒരു പെന്തക്കോസ്ത് വരുന്നുണ്ട്. ആ നാളിലേക്ക് നീയും കയറണം, മാളിക മുറിയിലേക്ക് നീയും കയറണം. നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന അഭിഷേകത്തിന്റെ ഒരു പുതപ്പുണ്ട്. ഈ ദിവസങ്ങളിൽ അങ്ങനെ വിശ്വസിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ ആ ഭവനങ്ങളിൽ തന്നെ പ്രതീക്ഷയോടെ കർത്താവിനൊന്ന് കരങ്ങളെ തട്ടി കർത്താവിന് മഹത്വം കൊടുത്തേ. കർത്താവ്, ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്ന ദൈവശബ്ദം കേൾക്കുന്ന ആരെയും പിശാച് കവർന്നുകൊണ്ട് പോകരുത്. മനുഷ്യൻ പറയുന്ന കമന്റുകൾ കേട്ട് ആരും ക്ഷീണിച്ചു പോകരുത്. കർത്താവ് പറഞ്ഞ വാഗ്ദത്തത്തിനായി കാത്തിരിക്കുന്നവർ, പിടിച്ചു നിൽക്കുന്നവർ ഈ ദിവസങ്ങളിൽ ഞാൻ കാണുന്നു. ഞാനിത് ഈ ആത്മാവിൽ സെൻസ് ചെയ്യുന്നു. ഈ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ അങ്ങനെ ചില അഭിഷക്തന്മാരെ കർത്താവ് എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. നാം കാണുന്നതും നാം കേൾക്കുന്നതും ലോകത്തിന്റെ വാക്കുകളല്ല, നമ്മളെ വിളിച്ചവന്റെ ശബ്ദമാണ്. നമ്മളെ വിളിച്ച കർത്താവ് വിശ്വസ്തനാണ്. യെസ്, അവനെ മാത്രം നോക്കി ഇറങ്ങി പുറപ്പെട്ട ചില ദൈവമക്കൾ ഈ ശുശ്രൂഷയിൽ ഇപ്പോൾ ഈ ദൈവശബ്ദം കേൾക്കുന്നുണ്ട്. ഒന്ന് കണ്ണുകളെ മൂടാമോ? യേശുവേ, ഇനിയുള്ള കാലത്തും അങ്ങ് മതി. അല്പസമയം ക്ലേശമെന്ന് തോന്നിയാലും യേശുവേ, നീ മതി, നീ മതി, അങ്ങ് മതി അപ്പാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഏത് നേരത്തും അങ്ങല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ലപ്പാ. മനസ്സെല്ലാം ഒന്ന് തുറന്നേ. യേശു മതി, എനിക്കേശു മതി, ക്ലേശങ്ങൾ മാത്രം സഹിച്ചെന്നാലും അപ്പോഴും പാടും ഞാൻ ദൈവമേ, നീ എത്ര നല്ലവൻ. യേശു മതി, എനിക്കേശു മതി, ക്ലേശങ്ങൾ മാത്രം സഹിച്ചെന്നാലും അപ്പോഴും പാടും ഞാൻ ദൈവമേ, നീ എത്ര നല്ലവൻ. നീയല്ലാതാരുമില്ലീശനെ എൻ്റെ ഭാരം തീർക്കാൻ. നീയല്ലാതാരുള്ളൂ രക്ഷക
എൻ്റെ പാപം തീർക്കാൻ എന്നെ നീറ്റുകൊൾ ദൈവമേ, അപ്പോൾ ഞാൻ ധന്യനാ. യേശുവേ, എന്നെ നീറ്റുകൊൾ ദൈവമേ, അപ്പോൾ ഞാൻ ധന്യനാ. ജീവിത ഭാരങ്ങൾ ഏറിയാലും ജീവനാഥൻ കൈവേടിയുകില്ല. എന്നെ നടത്തുവാൻ ശക്തനാ, നീ എത്ര നല്ലവൻ. ജീവിത ഭാരങ്ങൾ ഏറിയാലും ജീവനാഥൻ കൈവേടിയുകില്ല. എന്നെ നടത്തുവാൻ ശക്തനാ, നീ എത്ര നല്ലവൻ. കരമുയർത്തി ഭവനങ്ങളിൽ പാടിക്കും. നീയല്ലാതാരുമില്ലേ ഈശനേ, എൻ്റെ ഭാരം തീർക്കാൻ. നീയല്ലാതാരുമിൽ രക്ഷക, എൻ്റെ പാപം പോക്കാൻ. എന്നെ നീ ഏറ്റുകൊൾ ദൈവമേ, അപ്പോൾ ഞാൻ ധന്യനാ. യേശുവേ, ചേർത്തണയ്ക്കണേ. എന്നെ നീ ഏറ്റുകൊൾ ദൈവമേ, അപ്പോൾ ഞാൻ ധന്യനാ. ലോകത്തിൽ ഏകനായി തീരുകയിലും രോഗത്താൽ ബാധിതനായിടിലും കൈവടിഞ്ഞിടാത്ത രക്ഷക, നീ എത്ര നല്ലവൻ. ലോകത്തിൽ ഏകനായി തീരുകയിലും രോഗത്താൽ ബാധിതനായിടിലും കൈവടിഞ്ഞിടാത്ത രക്ഷക, നീ എത്ര നല്ല. യേശുവേ, നീയല്ലാതാരുമില്ലീശനേ, എൻ്റെ ഭാരം പോകാൻ. നീയല്ലാതാരുള്ളൂ രക്ഷക, എൻ്റെ പാപം പോകാൻ. എന്നെ നീ ഏറ്റുകൊൾ ദൈവമേ, അപ്പോൾ ഞാൻ ധന്യൻ. ആ മുറിവേറ്റ കരത്തിൽ എന്നെ നീ ഏറ്റുകൊൾ ദൈവമേ, അപ്പോൾ ഞാൻ ധന്യനാ. അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞ് പുറം ലോകവുമായിട്ട് അതിനൊരു ബന്ധവുമില്ല. പക്ഷേ ഒരു ബന്ധം, അത് പുക്കിൾക്കുടി ബന്ധമാണ് അമ്മയുമായിട്ട്. ഈ ദിവസങ്ങളിൽ നമുക്കും പുറം ലോകവുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. ഒരല്പം സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും പൂർണ്ണമായ അളവിൽ നമുക്ക്
ലിമിറ്റേഷൻ ഒന്നും മാറിയിട്ടില്ല. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഭവനങ്ങളിൽ അടയ്ക്കപ്പെട്ട ഒത്തിരി പേരെന്നെ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ അപ്പനും അമ്മയും അടുത്തില്ലാത്ത യൗവനക്കാർ, കുഞ്ഞുങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? ആ കുഞ്ഞ് അമ്മയുമായിട്ട് ബന്ധമുള്ള പോലെ നിങ്ങളുടെ മുറികളിൽ നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിലും ഒരു ബന്ധം, യേശുവായിട്ടുള്ള ബന്ധം, ഒരിക്കലും മുറിയാത്ത, മരണം കൊണ്ട് പോലും മാറിപ്പോകാത്ത ഒരു ബന്ധം. കേട്ടെ, ആ ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞിന് ബന്ധം ഒന്നേ ഉള്ളെങ്കിലും അത് മതി. ആ കുഞ്ഞിന് വേണ്ടതെല്ലാം ആ പൊക്കിൾക്കുടി ബന്ധത്തിലുണ്ട്. വേണ്ട നറിഷ്മെന്റ് എല്ലാം ഉണ്ട്, വേണ്ട പ്രൊട്ടക്ഷൻ എല്ലാം ഉണ്ട്. ഈ ദിവസങ്ങളിൽ ഒന്ന് വിശ്വസിച്ചേ, പലതും മാറിപ്പോയെങ്കിലും കർത്താവുമായിട്ടുള്ള ബന്ധം ഉണ്ടെങ്കിൽ അതിലൊരു തൃപ്തിയുണ്ടോ? ഒന്ന് പറയാമോ? യേശുവേ, അത് മതി. യെസ് യെസ് യെസ്. ഓ, അങ്ങയിൽ